ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി തേങ്ങാപ്പാൽ കറിയാണ്. അതിനുവേണ്ടി ഞാൻ 1 കിലോ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ചെറിയ ഉള്ളി, വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 3-4 കഷ്ണം കുടംപുളി, അരമുറി തേങ്ങയുടെ പാല്, അത് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആക്കി വെക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു കറിച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ പൊടികൾ നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചാറ് കുറവാണെങ്കിലും ലാസ്റ്റ് നമ്മൾ 1-ാം പാൽ ഒഴിക്കുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ചാറായിക്കോളും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ആവോലി തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.